ഈ മോണിക്ക പുണ്യവതിയോട് ഒത്തിരിയേറെ വേദനയോടെ മകനെ ഓർത്ത് മകന്റെ കാര്യങ്ങൾ ഒരു ബിഷപ്പിനോട് പങ്കുവെക്കുമ്പോൾ ആ ബിഷപ്പ് ഒരു അൺനോൺ ബിഷപ്പ് എന്നാ പറയാ, ബിഷപ്പിന്റെ പേര് പോലും അറിയത്തില്ല. ആ ബിഷപ്പ് മോനിക്ക പുണ്യവതിയോട് പറയുന്നുണ്ട്, ഇത്രമാത്രം കണ്ണുനീർ വീണ അല്ലെങ്കിൽ ഇത്രമാത്രം കണ്ണുനീരിന്റെ ഒരു പുത്രൻ നശിക്കുക അസാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കള് എന്ന് പറയുമ്പോ അപ്പൻ അമ്മ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട അപ്പന്മാരായ വൈദികര്, ഫാദർ, അപ്പൻ, അമ്മമാരായ കന്യാസ്ത്രീമാര്, അനേകം വഴിതെറ്റിപ്പോയ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ മോണിക്ക പ്രയറിന് ഈ കാലഘട്ടത്തിന്റെ വലിയ പ്രസക്തിയുണ്ട്. മോനിക്ക പുണ്യവതി ജീവിച്ചത് 4-ാം നൂറ്റാണ്ടില്. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടില് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കള്, പാവപ്പെട്ട മക്കള്, ഒത്തിരി പ്രലോഭനങ്ങള്, പാപ സാഹചര്യങ്ങള്, പൈശാചികമായ ശക്തമായ പ്രകടമായ പ്രവൃത്തികള്, പൈശാചികമായ നിയമങ്ങള്, പൈശാചികമായ സിനിമകള്, ഈ ദിവസങ്ങൾ കണ്ടില്ലേ സിനിമകളുടെ പൈശാചിക ലോകം. ഇതിലൊക്കെ അടിമപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഒത്തിരി വഴിതെറ്റി പോകാനും നശിക്കാനും ലഹരിക്കും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകാനും പൈശാചികമായ ഹലാലും അതോടൊപ്പം തന്നെ ലൗജിഹാദും എല്ലാ വശീകരണ യന്ത്രങ്ങളും കൊണ്ടൊക്കെ നശിപ്പിക്കാൻ ഇന്ന് സാത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ, മോനിക്ക പുണ്യവതിയുടെ അന്നത്തെ പ്രാർത്ഥനകളെക്കാളും വലിയ പ്രാർത്ഥന നിലവിളിയോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയില് നമ്മൾ മാതാപിതാക്കൾ ഉയർത്തി പ്രാർത്ഥിക്കണം.